ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണേ. അപ്പോൾ ഒരു തുടക്കക്കാരീൻ്റെ എല്ലാ പ്രശ്നങ്ങളും മുന്നിൽ കണ്ടിട്ട് വേണം ഈ ഒരു വ്ളോഗ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം ഇത് ബോറടിപ്പിക്കും എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഞങ്ങളുടെ ഏറ്റവും ഡ്രീം പ്ലേസിലേക്ക് പോകുന്നതാണേ. ഒരു 1 ഡേ ട്രിപ്പാണ്. ഇന്ന് പോയിട്ട് നാളെ രാത്രി ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തും. ആ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. 3:30 വന്ദേ ഭാരത്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേതായതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ ഞങ്ങൾക്ക് ടീ കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്നാക്സും കാര്യങ്ങളും എല്ലാം. ഞങ്ങൾ 2 ഫുഡ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടല്ലേ, പിന്നെ മോശമായില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പൈസ പോവില്ലേ. അപ്പോൾ അങ്ങനെ മോനുമായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ രാത്രി ആകുമ്പോഴത്തേക്ക് സ്ഥലത്തെത്തിയിട്ടാണ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ട്രിവാൻഡ്രമാണ്. ഞങ്ങൾ കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് ഇപ്പോൾ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളവിടെ പാളയത്തുള്ള ചിരാഗിൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് സ്റ്റേ ഉണ്ടായിരുന്നത്. ഫുഡ് 2 ആളുടെ മാത്രം ഓർഡർ ചെയ്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഷ്ടിച്ചാണ് ഫുഡ് കഴിച്ച് തീർത്തത്. അപ്പോൾ ഒരു ചായേൻ്റെ ഒരു കുറവുണ്ട് അതിൽ. അതുകൊണ്ട് ഞങ്ങൾ റൂമിലെത്തിയ പാടൊരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ കിടന്നുറങ്ങിയത്. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്താണ് താമസിച്ചത്. അപ്പോൾ നമുക്കിങ്ങനെ റൂമിൽ നിന്ന് നോക്കി കാണാം സെക്രട്ടേറിയറ്റ്. അപ്പോൾ മോനെ അതെല്ലാം കാണിച്ചു കൊടുത്തു. അവൻ ഇതുവരെ ഇതൊന്നും അറിയില്ലല്ലോ. ഞങ്ങൾക്ക് അവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോകുന്ന എന്നിട്ടാണ്. നല്ല ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നേ. 3 സ്റ്റാർ ഹോട്ടലാണ്. നല്ല രീതിയിൽ അവരുടെ സർവീസും കാര്യങ്ങളും അവിടുത്തെ ബിഹേവിയറും ഒക്കെ നല്ലതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾക്കിന്ന് വിവേകിൻ്റെ ഓഫീസിലെ ഒരു മീറ്റപ്പാണ്. അവർക്ക് മീറ്റിങ്ങും ഉണ്ട്, പിന്നെ കൂട്ടത്തിലൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ കണക്കെ ഒരു ലഞ്ച് പാർട്ടിയും അറേഞ്ച് ചെയ്തിന്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഉള്ളത് ലുലു മാളിന് ഓപ്പോസിറ്റുള്ള ഓബൈ ടാമറ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. അപ്പോൾ ലഞ്ച് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത കാര്യങ്ങൾ, ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പായസമെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമേ ഞാൻ വിചാരിച്ചിനി നമ്മളിതുവരെ ഇവിടുന്നും കഴിക്കാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് റൈസ് ഐറ്റംസ്, ബിരിയാണി ഒന്നും എടുക്കാണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ വലിയ റിഗ്രറ്റ് അടിക്കും, കാരണം അതെല്ലാം തിന്നായിരുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ വളരെ ബുദ്ധിപൂർവ്വം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ തിന്നത്. 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ സ്റ്റാൻഡേർഡും അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല സർവീസാണ്. ഫുഡിൻ്റെ കാര്യം പിന്നെ ഒന്നും പറയണ്ട, അത്രയും ടേസ്റ്റ്. ചിലത് നമുക്ക് ഈ വായിൽ വെക്കാൻ കൊള്ളൂല എന്ന് പറയില്ല, ഇത് അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഡെസേർട്ട്സും കാര്യങ്ങളും ആണെങ്കിൽ അതൊന്നും പറയേ വേണ്ട. ഇതെല്ലാം ഒരുപാട് തരം ഉപ്പിലിട്ടതാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല, എന്തോ അത് തോന്നിയില്ല. പിന്നെ ഒരു സൂപ്പ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സൂപ്പെല്ലാം കിട്ടിയില്ല. സൂപ്പ് എത്ര വേണമെങ്കിലും കഴിക്കാമെന്നാണല്ലോ ഇവിടുത്തെ ഒരു പോളിസി. പക്ഷേ നമുക്കൊന്നും അത്രക്കൊന്നും ആവില്ല കേട്ടോ. എനിക്കെല്ലാം ബെറിയുണ്ട് എന്നല്ലാണ്ട് ഒന്നും അങ്ങനെ ഒരുപാടൊന്നും തിന്നാൻ കഴിയില്ല. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്തു ട്രൈ ചെയ്ത് കഴിച്ചു. കാരണം നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങളിൽ എപ്പോഴെങ്കിലും കിട്ടിയാൽ അത്രയല്ലേ ഉള്ളൂ. പിന്നെ അവർക്ക് മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ അവരുടെ ടെറസിൽ വന്ന് നിന്നു കേട്ടോ. ഈ റോഡിലൂടെയെല്ലാം ഞങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട്. അന്നേരം ആ ഓർമ്മകളാണ് കേട്ടോ എനിക്കിങ്ങനെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആ ലുലു മാളിൻ്റെ പണി അവിടെ അന്നേരം നടക്കുന്നത്രേ. അന്നേരം ഞാൻ പറയായിരുന്നു വിവേകിനോട്, നമ്മൾ ഇതിൻ്റെ മാളിൻ്റെ പണി കഴിഞ്ഞ് ആ മാൾ വെച്ച് ചുറ്റിക്കറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ താമസം നമ്മുടെ കണ്ണൂരേക്ക് മാറ്റുള്ളൂ എന്ന്. പക്ഷേ കൊറോണ എല്ലാം ചതിച്ചു. കൊറോണ വന്നേ പിന്നെ ഞങ്ങൾ പൊടിയും തട്ടി ഒരു ബായ് പോലും പറയേണ്ടാന്ന് ഞങ്ങൾക്ക് അവിടുന്ന് നാട്ടിലേക്ക് വരേണ്ടി വന്നത്. അതിൻ്റെ ഒരു വിഷമമാണ് കേട്ടോ. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്. ഇനി എപ്പോൾ വരും എന്നുള്ളൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ എനിക്കത് ഭയങ്കര വിഷമം മനസ്സിൽ. നമ്മളെല്ലാം ഓക്കെ ആയി വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസരത്തിൽ പെട്ടെന്ന് എടുത്ത് ഓടിയതാണ് നാട്ടിലേക്ക്. ഓബൈ താമര ഒരവസരം കിട്ടുകയാണെങ്കിൽ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് വന്ന് നോക്കണം കേട്ടോ. നല്ല ഒരു എക്സ്പീരിയൻസാണ് ലൈഫിൽ. എപ്പോഴെങ്കിലും എല്ലാം വന്ന് ഇങ്ങനെ ഇവിടെയെല്ലാം വന്ന് താമസിച്ച് ഫുഡെല്ലാം കഴിച്ച് പോകുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് വൈകുന്നേരം ഇറങ്ങിയപ്പോൾ ലുലു മാളിലേക്ക് കയറി. ലുലുവിൽ കയറാണ്ട് പോയിനെങ്കിൽ എനിക്ക് വീട്ടിലെത്തിയാൽ ഭയങ്കര വിഷമം തോന്നും. അത്രത്തോളം വന്നിട്ട് അവിടെ നിന്ന് കയറിയിട്ടില്ലല്ലോ എന്ന്. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ കണ്ണൂർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ പ്രകൃതി രമണി കാണുന്നതിനെക്കാട്ടിയും ഏറ്റവും ഇഷ്ടം ഇങ്ങനെ മാളുകൾ കാണുന്നത്. ഒന്നും വാങ്ങൊന്നും വേണ്ട, വെറുതെ കറങ്ങി നടന്നാൽ മതി. വിഷമം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ സ്ഥിരം വരുന്നൊരു സ്ഥലമായിരിക്കും ഉറപ്പായിട്ടും. കാരണം നമ്മൾ അവിടെ നിന്ന് അടുത്താണ് താമസിക്കുന്നത്. ഇതിപ്പം ഒന്ന് കണ്ടുപോയി എന്നായതുകൊണ്ട് എനിക്കിങ്ങനെ വല്ലാണ്ട് വിഷമം തോന്നി.
അപ്പോൾ അവിടെ നിന്ന് യൂ ടേൺ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോയിട്ടാണ് ഒരു 1 അവർ കഷ്ടി അവിടെ സ്പെൻഡ് ചെയ്തൊന്ന് ഓടിച്ച് കണ്ടു കുറച്ച് ഭാഗം, എന്നിട്ട് തിരിച്ചു പോകുന്നത് തന്നിട്ടാ. നിങ്ങൾ വിചാരിക്കും ഇതിലെല്ലാം എന്തെന്നാ ഇല്ലേ ഇത്ര കാണാൻ, എന്നാണ് ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല കേട്ടോ. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം അത്രയും മിസ് ചെയ്യുന്നൊരു നഗരത്തിൽ വന്നിട്ട് എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ച കുറച്ച് ക്ലിപ്പുകളാണ്. ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ഓബൈ താമര. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങൾക്ക് വൈകുന്നേരം ട്രെയിനുണ്ട്. അപ്പോൾ വേഗം തന്നെ താഴത്തുനിന്നൊരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ട് സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തിന് കേട്ടോ. കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ചായ കുടിച്ചത് അയാൾക്ക് ടയർഡായി പോയതുകൊണ്ടാണ്. പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല, രാത്രിക്കത്തേക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോയി. മലബാറിനാണ് തിരിച്ചു പോകുന്നത്. പണ്ടും ഞങ്ങൾ മലബാറിന് തന്നെയായിരുന്നു പോരുത്തും പോക്കൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം മോനും കൂടിയുണ്ട്. ഈ നഗരം വല്ലാത്തൊരു വികാരമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ മിസ് ചെയ്യുന്നത്. കാരണം നമ്മൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും ഈ ഒരു ടൈമിൽ പോകുന്നത്, വിവേകിൻ്റെ ഓഫീസും കഴിഞ്ഞിട്ട് ഈ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കറങ്ങുന്നതായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓർമ്മ വരുമുണ്ടല്ലോ, ഭയങ്കര വിഷമം. ഇനി അത് സാധിക്കുമെന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഒരു നഗരത്തിലേക്ക് മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇനി ഇത് സംഭവിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആകെ ഒരു മാനസിക സംഘർഷം ഇതെല്ലാം കാണുമ്പോൾ. ഇനി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരാം, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ താമസം അതെല്ലാം നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിനോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. ഒരു തുടക്കക്കാരീൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ചാനൽ ഇഷ്ടമാവുമെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. പുലർച്ചെ ഞങ്ങളുടെ കണ്ണപുരത്ത് എത്തിയിട്ടാ ഞങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.